good for you. But what you probably don't know is that there's a very strong body of evidence, like good scientific research, that says that exercise is one of the best ways to deal with drug cravings. So in this next video, you're going to hear from Dr. John Rady at Stanford University. എടാ പോടാ. എന്നെ കൊണ്ട് പറ്റൂലടാ. എനിക്ക് ബോഡി എക്സസൈസ് വേണ്ട, എനിക്ക് ബ്രെയിൻ എക്സസൈസ് വേണം. ഇടയ്ക്കൊക്കെ ആലോചിച്ചിരുന്ന് കഥ എഴുതാൻ നോക്ക്. ഞാൻ എത്രയായി നിന്നോട് പറയുന്നു. ശരി, ഞാൻ തുടങ്ങിക്കോളാം. നീ എന്താ ചെയ്യാൻ പോന്നേ? ഞാൻ മെത്തേഡ് ആക്ടിങ് പഠിക്കാൻ പോവാ. ഇപ്പൊ അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ നിനക്ക്? നിന്റെ ഈ മുഖവും ആ മൊട്ടത്തലയും കണ്ട ആരാടാ നിനക്ക് ചാൻസ് തരാൻ പോന്നേ? എന്തോന്ന്? നീ എന്താ പറഞ്ഞേ? മൊട്ടത്തല എന്നാ പറഞ്ഞേ. ഇതാരാന്നറിയോ? സിദ്ദിഖിന് മനസ്സിലായി, പക്ഷെ അടുത്ത് നിൽക്കുന്ന മൊട്ടത്തലയാരെന്ന് മനസ്സിലായില്ല. ഒരു കാലത്തെ പുള്ളി ഇങ്ങനെയായിരുന്നു അറിയോ? ബെസ്റ്റ് ആക്ടർ അവാർഡ് മേടിച്ച ആളാ പുള്ളി. ഒരു ചാൻസ് കിട്ടിയാൽ മതി, ഞാൻ ആരാന്ന് കാണിച്ചു തരാം. ഒരു ജോലിയും കിട്ടുന്നില്ല. ഞാൻ കഴിച്ചിട്ടേ 3 ദിവസമായി അറിയോ? എനിക്കേ ഒരുപാട് വിശക്കുന്നു. എനിക്ക് ആരുമില്ല. ഞാനേ ഒരു അനാഥന. ആരുമില്ലാത്ത ഒരു അനാഥ. എന്നോട് സ്നേഹം കാണിക്കാൻ ആരുമില്ല. ഞാൻ ജീവിക്കുന്നതിന്റെ വേസ്റ്റ്. ഞാൻ ഈ ലോകത്ത് ജീവിക്കാൻ അർഹനല്ല. ഈ സിഗരറ്റാണ് എന്റെ എല്ലാം. ഈ സിഗരറ്റാണ് എന്റെ ജീവിതം. ഭ്രാന്ത് വന്ന പോലെ കളിക്കുന്നു. എനിക്ക് ചാവല്ലാതെ വേറെ മാർഗമില്ല. നീ എന്താടായി കാണിക്കുന്നേ? സ്റ്റോറി കിട്ടുന്നില്ല അളിയാ. സ്റ്റോറി കിട്ടുന്നില്ലെന്നോ? ഇങ്ങനെ ഇരുന്ന സ്റ്റോറി അല്ല, തലച്ചോറ പുറത്ത് കിട്ടിയ. കോമഡി അടിക്കുന്നോടാ മൊട്ടെ. ലോ ബഡ്ജറ്റില് 2 പേരെ വെച്ചിട്ട് കഥ എഴുതുന്നത് എത്ര കഷ്ടാന്നറിയോ നിനക്ക്? കൊറേ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ടല്ലോ, എന്നിട്ടും കഥ കിട്ടിയില്ലേ? അതേടാ. പോടാ. ഇങ്ങനെ പോയാ പാടാ.
എന്ത് കെറ്റപ്പാടാ അത്? സ്റ്റോറി കിട്ടിയിട്ടുണ്ട്, ഫീലിന് വേണ്ടി ഗെറ്റപ്പ് മാറ്റിയതാ. നിന്നെ കണ്ട ജോക്കറിനെ പോലെ ഉണ്ട്, അറിയോ? ഏ? ഉം. ജെട്ടി ജെട്ടി ജെട്ടി, സൂപ്പർ ജെട്ടി, സൂപ്പർമാൻ ജെട്ടി, ഇത് പവർ സ്റ്റാർ ജെട്ടിയാ ജെട്ടി. എന്ത് കളർ വേണമെങ്കിലും ഉണ്ട്, എന്ത് ഫ്ലേവർ വേണമെങ്കിലും ഉണ്ട്. വരൂ സർ, നല്ല അടിപൊളി ജെട്ടി, പമ്പർ ജെട്ടി, പറക്കുന്ന ജെട്ടി. ഇതുപോലത്തെ ജെട്ടി നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ല. വരൂ സർ, വന്ന് വാങ്ങിക്കൂ സർ, അടിപൊളി ജെട്ടി. ഇതുപോലത്തെ ജെട്ടി നിങ്ങൾക്ക് എവിടെ പോയാലും കിട്ടില്ല. വാങ്ങിക്കോ സർ, വാങ്ങിക്കൂ. ഈ ജെട്ടിക്ക് വാറന്റി, ഗ്യാരണ്ടി, കാഷ്വാലിറ്റി എല്ലാം ഉണ്ട് സർ. വരൂ സർ, വാങ്ങിക്കൂ സർ, അടിപൊളി ജെട്ടി, അടിപൊളി ജെട്ടി. ജെട്ടി ജെട്ടി ജെട്ടി, സൂപ്പർ ജെട്ടി. ഇത് ഓഫർ ജെട്ടി. എന്തിനാടാ ജെട്ടി വെക്കുന്നേ? നിനക്ക് മാത്രമേ കെറ്റപ്പെടാ അറിയൂ. കണ്ടില്ലടാ എന്റെ ആക്ടിങ്. ശരിക്കും ഇവൻ വട്ടനാ. അക്ഷയ്, അക്ഷയ്, അക്ഷയ് ഇവിടെ വാ. ഇവിടെ പ്രേതമുണ്ടടാ. എവിടെ? ഇതാ ഇവിടെയുള്ളേ. ഇതാ അവിടെ നോക്ക്. എന്താടാ ഇവിടെ? അവിടെയാ ഇരിക്കുന്നടാ, കണ്ണു തുറന്ന് നോക്ക് നീ. എനിക്കിവിടെ ഒരു കുന്തവും കാണുന്നില്ലല്ലോ. പ്രേതം അവിടെ ഉണ്ടടാ. ഡാ, നീ ഒരുപാട് ബുക്സ് വായിക്കല്ലേ, അതുകൊണ്ട് നിനക്ക് എങ്ങനെയൊക്കെ തോന്നുന്നേ. അക്ഷയ്, അക്ഷയ്, എന്താടാ അപ്പൊ ഇവിടെ പ്രശ്നം? നോക്ക്, എന്താ? ഇവിടെ രണ്ട് പ്രേതം ഇരിക്കുന്നുണ്ടാ. എന്തേ? രണ്ട് പ്രേതത്തിന് നിന്റെ കണ്ണ് കാണുന്നില്ലേ? ഞാൻ പറഞ്ഞല്ലേ. നിനക്ക് എന്താ വട്ടാണോ? രാവിലെ തന്നെ വന്ന് പിച്ചും പേയും പറഞ്ഞോളൂ. ഇവിടെ എവിടാ പ്രേതം? ഇവിടെ തന്നെയാടാ ഇരിക്കുന്നേ. എവിടാ? ഇവിടെ. പിച്ചും പേയും പ്രേതം വല്ല പണി നോക്കടാ. നീ ഇങ്ങനെ എന്നെയും കൺഫ്യൂസ് ചെയ്യല്ലേ.